കല്യാണ പെണ്ണിന്റെ ഒരു ചെരുപ്പ് ഇതാ കിടക്കുന്നത്. സിൻഡ്രല്ല പോകുന്ന വഴി ചെരുപ്പൊക്കെ കളഞ്ഞിട്ട് പോവാണോ? ഹലോ ഗൈസ്, ബർത്ത്ഡേ ഗേളെ കണ്ടോ? ഡെല്ലു ദൈവമേ. ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡെല്ലൂസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇറങ്ങിയാണ്. നേരെ ഞങ്ങളും സ്മിത ചേച്ചിയും ഫാമിലിയും കൂടെ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് പോവുകയാണ്. ബാക്കിയുള്ളവരെല്ലാം ഡയറക്റ്റ് അങ്ങോട്ട് എത്തിക്കോളും. എന്റെ ഫോട്ടോ എടുക്കുവാന്ന് തോന്നുന്നു. എവിടെ പോവാ? അതെ അതെ, ഒന്നും പറ്റിയില്ല. അങ്ങനെ നമ്മള് ഫംഗ്ഷൻ നടക്കുന്ന സ്പോട്ടിലെത്തി. കാർ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കല്യാണ പെണ്ണ് കാറിൽ നിന്ന് ഇറങ്ങിയാണേ. കല്യാണ പെണ്ണല്ലോ, നമ്മുടെ ബർത്ത്ഡേ കാരി പെണ്ണ് കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ആകെ ഒരു വണ്ടറടിച്ച് ചുറ്റും നോക്കിയാണ് ഇത് എവിടെയാണ് ഞാൻ എത്തിയിരിക്കുന്നതെന്ന്. ഗൈസ്, കല്യാണ പെണ്ണിന്റെ ഒരു ചെരുപ്പ് ഇതാ കിടക്കുന്നു. സിൻഡ്രല്ല പോകുന്ന വഴി ചെരുപ്പൊക്കെ കളഞ്ഞിട്ട് പോവാണോ? അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. ഒരു വലിയ LED വാളിനകത്ത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബേബിയുടെ ചെറിയൊരു വീഡിയോയും പേരും ഒക്കെ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്ലേസ് നമ്മൾ ദുബായിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. ദുബായ് നെസ്റ്റോയിലെ ഫുഡ് ബുക്ക് റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ ഇന്ന് ഫംഗ്ഷൻ നടത്താനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ ഹാളിലെത്തി. ആ ഒരു ഹാളിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. സോ ഡെല്ലൂസ് ഇപ്പോഴും സ്റ്റിൽ ആകെ ഒരു വണ്ടറടിച്ചിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാണ് ഇത്രയധികം ആൾക്കൂട്ടവും ഈ ഒരു ഡെക്കറേഷനും ഒക്കെ കണ്ടിട്ട് അവൾ ചിരിക്കുന്നൊന്നുമില്ല. ആകെ ഒരു ഇങ്ങനെയെല്ലാം ചുറ്റിക്കറങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ വിചാരിച്ചു വേഗം തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. അല്ലെങ്കിൽ പിന്നെ ആളുടെ മൂഡ് എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് തുടങ്ങിയാണേ. Happy birthday, buddy. Happy birthday. Andy. ഫംഗ്ഷൻ നടക്കാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഹോള്, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഹോള് ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാമേ. വരുമ്പോൾ തന്നെ നമ്മൾ ഡെല്ലോസിൻ്റെ ഒരു ചെറിയ ഫോട്ടോസൊക്കെ വെച്ചൊരു പോസ്റ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെൽക്കം പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ നിറയെ ബലൂണൊക്കെ വെച്ച് ഒരു ചെറിയൊരു ഡെക്കറേഷനും ഒരു ടേബിളും കാര്യങ്ങളും ഒക്കെ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത് ഒരു ദിവസം കൊണ്ട് നമ്മൾ പറഞ്ഞ് അറേഞ്ച് ചെയ്തെടുത്തതാണ്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത കാര്യം ഒന്നുമല്ലായിരുന്നു. അങ്ങനെ കുറച്ചു നേരം ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ആൾ നൈസായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് താഴോട്ട് ഇറങ്ങി അങ്ങ് ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങി. പക്ഷെ എന്തായാലും അവളുടെ ഫ്രണ്ടും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു, ആസ്ത അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളും കുറച്ച് ഹാപ്പിയായി. സോ അവർ രണ്ടും കൂടെ അങ്ങോട്ട് കളിച്ചും ചിരിച്ചും ബലൂൺ പറക്കിയും ഒക്കെ കുറേ ടൈം അങ്ങനെ അങ്ങ് സ്പെൻഡ് ചെയ്തു. നമ്മൾ ബാക്കിയുള്ളവരൊക്കെ വരാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് സിംഗിൾ ഫോട്ടോസ് അവളുടെ എടുക്കാം. പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ലുക്കിൽ കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി നമ്മളിങ്ങനെ ഞാൻ പുറകിൽ താഴോട്ട് വീഴാതെ ഇങ്ങനെ പിടിച്ച് ബാക്കിലിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. പിന്നെ ഞാനും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. ഈ കാണുന്ന ക്യാൻഡിൽ ഒറിജിനൽ അല്ല കേട്ടോ, അതിൻ്റെ ലൈറ്റാണ്. അല്ലാതെ പിന്നെ കൊച്ചിന് ക്യാൻഡിലിൻ്റെ തീയിൽ പിടിച്ചു എന്ന് പറഞ്ഞ് ആരും കമൻ്റൊന്നും ഇടണ്ട. അത് ഒറിജിനലൊന്നുമല്ല.
അപ്പോഴാണ് അവിടെ വെൽക്കം ഡ്രിങ്ക്സ് ഇരിക്കുന്നത് കണ്ടത്. നമ്മൾ കയറി വന്നപ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കളർ കണ്ടിട്ട് വാട്ടർമെലൺ ജ്യൂസ് ആണെന്ന് തോന്നുന്നു. സോ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് ക്ഷീണിച്ചപ്പോഴത്തേക്ക് നമ്മുടെ പെൺകൊച്ച് ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെ കുടുകുട അങ്ങ് കുടിച്ച് തീർക്കുകയാണേ. ഇത് വിനീഷ, എൻ്റെ ഫ്രണ്ടാണേ. ആൾ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ ഒരു സ്വന്തം സിസ്റ്ററിനെ പോലെ തന്നെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കേട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഡെല്ലോസിനെ ഒരുക്കാനായാലും ഗിഫ്റ്റ് സെറ്റ് ചെയ്ത് വെക്കാനായാലും എല്ലാത്തിനും ആദ്യം മുതൽ അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ സ്മിത ചേച്ചിയും വിനീഷയും കൂടെ ചേർന്ന് ഡെല്ലോസിനെ ഇങ്ങനെ ഒരുക്കി റെഡിയാക്കി. നമ്മളിനി കേക്ക് കട്ടിങ്ങിനൊക്കെ വേണ്ടി റെഡിയാകുകയാണ്. എൻ്റെ ഫ്രണ്ട്സും കൂടെ വരാനുണ്ടായിരുന്നു. സേതേ അവരും എത്തി. അതിനെ കൃത്യം താഴോട്ടാക്കണം. ഇതെൻ്റെ ഫ്രണ്ട് ധന്യ ചേച്ചിയുടെ മോളാണ് ആൻവിയ. അപ്പോൾ ആൻവിയ കിട്ടിയപ്പോഴത്തേക്കും ആൾ ഭയങ്കര ഹാപ്പിയായി. സോ പിന്നെ കുറേ നേരം അവളുടെ കൂടെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കസിൻസും ഫാമിലിയും ഒക്കെ എത്തി. ഈ വിപിൻ ചേട്ടൻ വരാനാണ് ഏറ്റവും ലേറ്റ് ആയത്. ഇവരും കൂടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോഴത്തേക്കും സമയം ഒരു വൈകിട്ട് 7-7:30 അങ്ങനെ നമ്മുടെ കേക്ക് എത്തിയിരിക്കുകയാണ്. കേക്ക് ഒരു രക്ഷയുമില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. അതും ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ അതേ ഡിസൈനിലും കളറിലും സെറ്റ് ചെയ്ത് തന്നു. ആ പേജിൻ്റെ പേര് മൈ കേക്ക് UAE എന്നാണേ. എല്ലാ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ചിരിച്ച് കളിച്ച് പോസ് ചെയ്തിരിക്കുന്ന കൊച്ച് തീരെ സഹകരിച്ചില്ല ഗൈസ്. ഒരു തുള്ളി കേക്ക് പോലും കഴിച്ചതുമില്ല. സോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കഴിച്ച് കേക്ക് കട്ടിങ് അങ്ങ് അവസാനിപ്പിച്ചു. പിന്നെ എല്ലാവരും വിഷമൊക്കെ ഇരിക്കുകയല്ലേ, സോ അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് ബുഫേ ആയിട്ടായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. സോ എല്ലാവരും വന്ന് അവരവർക്ക് വേണ്ടത് സെലക്ട് ചെയ്തെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നത്തെ ഇത് റീലു, ഈ അടുത്തിരിക്കുന്നത് അമീൻ്റെ ഫേസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, വീഡിയോയിൽ കിട്ടിയില്ല. പിന്നെ നമ്മുടെ ഡോക്ടർ അനൂപ ആൻഡ് ഫാമിലി, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ഇവരെയൊക്കെ എനിക്ക് വീഡിയോസിൽ അധികം അങ്ങോട്ട് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റിയില്ല. പിന്നെ അതേ നമ്മുടെ ചേച്ചിയും ഫാമിലിയും ഡെല്ലൂസും മമ്മിയും അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടേ. പിന്നെ ഇതുപോലെ ഒരുപാട് ഫുഡ് ഇങ്ങനെ മുന്നിൽ കാണുമ്പോൾ നമുക്ക് അന്നേരം ഒന്നും കഴിക്കാൻ തോന്നത്തില്ല. അത് കഴിഞ്ഞതേ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ഒന്നും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നത്. എല്ലാ ഫുഡും ഒരു ഇത്തിരി വെച്ച് ടച്ച് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഗുലാം ജാം ഞാൻ എടുത്ത് ഒരെണ്ണം കഴിച്ചായിരുന്നു, അതുകൊണ്ട് അതെനിക്ക് കിട്ടി. പിന്നെ ഈ പായസവും ഐസ്ക്രീമും ഒന്നും ഞാൻ ടച്ച് പോലും ചെയ്തില്ല. ആ സമയത്ത് അതിനൊന്നും പറ്റിയില്ല. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം വന്നപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നല്ലോ, അതിന് ശേഷം വന്നവരുടെ കൂടെയുള്ള ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മുടെ ഡെല്ലൂസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ വിചാരിച്ചതിലും ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞു. അപ്പോൾ എത്ര തിരക്കിൻ്റെ ഇടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും പിന്നെ ഫുഡ് ബുക്ക് റെസ്റ്റോറൻറ്റിനും ഒക്കെ ഒരു ബിഗ് താങ്ക് യു. പിന്നെ ഈ ഒരു ഫംഗ്ഷന് ഞങ്ങൾക്ക് ഏറ്റവും അധികം മിസ് ചെയ്ത ഒരാളുണ്ട്, ഞങ്ങളുടെ ഡോലൂസ്. അവനിപ്പം നാട്ടിലാണ്. എത്രയും പെട്ടെന്ന് അവൻ ഇവിടെ വന്ന് അവൻ്റെ അനിയത്തിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും അടുത്ത ബർത്ത്ഡേ എങ്കിലും ഒരുമിച്ച് ആഘോഷിക്കാനും കഴിയട്ടെ. വി മിസ് യു ഡോലൂസ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ ബൈ.